പത്തനംതിട്ടയിൽ മരിച്ച 17 വയസ്സുകാരി ഗർഭിണിയായത് സഹപാഠിയിൽ നിന്നെന്ന് DNA പരിശോധനാ ഫലം. തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബിലാണ് പരിശോധന നടത്തിയത്. പെൺകുട്ടി മരിച്ച ശേഷമാണ് ഗർഭിണിയെന്ന് കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ സഹപാഠിയെ പോക്സോ കേസ് ചുമത്തി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും പ്രവീൺ പുരുഷോത്തമനുണ്ട്. വിശദാംശങ്ങളുമായി പ്രവീൺ, കഴിഞ്ഞ മാസം 25-നാണ് പെൺകുട്ടി മരിക്കുന്നത്. ഇപ്പോൾ എന്താണ് കൂടുതൽ വിവരങ്ങൾ? ആര്യ, പനി ബാധിച്ച് ഈ പെൺകുട്ടി 17-കാരി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ മാസം 25-ന് പെൺകുട്ടി മരിച്ചു. പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തി. ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. ആദ്യം പനി വന്നപ്പോൾ വീടിനടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കുടുംബാംഗങ്ങൾ ഈ പെൺകുട്ടിയെ ചികിത്സിച്ചത്. പിന്നീട് ആരോഗ്യാവസ്ഥ ഗുരുതരമായതിനെ തുടർന്നാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് മരണമടഞ്ഞത്. പിന്നീട് പോലീസ് ഈ ഒരു കേസ് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. കാരണം പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അതിനുശേഷം പെൺകുട്ടി പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും അധ്യാപകരുടെയും ഒപ്പം തന്നെ മറ്റ് സഹപാഠികളുടെയും ഒക്കെ മൊഴി പത്തനംതിട്ട അടൂർ പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് സഹപാഠിക്കെതിരെ പോക്സോ കേസും ചുമത്തിയിരുന്നു. പിന്നീട് ഈ പോക്സോ കേസ് പ്രകാരമുള്ള അന്വേഷണമാണ് നടന്നിരുന്നത്. അതിനുശേഷം നൂർനാട് സ്വദേശിയായിട്ടുള്ള 19-കാരൻ സഹപാഠിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് DNA പരിശോധനയ്ക്ക് അയച്ചത്. തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബിൽ നടത്തിയ DNA പരിശോധന ഫലം ഇപ്പോൾ പോസിറ്റീവാണെന്ന് അതിൻ്റെ പരിശോധന ഫലമാണ് വന്നിരിക്കുന്നത്. അതായത് പെൺകുട്ടി ഗർഭിണിയായത് സഹപാഠിയിൽ നിന്ന് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.